وبركاته. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. തെറ്റിൻ പാതകൾ മുന്നിൽ കാണുമ്പോൾ നഫ്സ് മാടി വിളിക്കുമ്പോൾ ഇബ്ലീസും എന്നെ തള്ളി വീഴ്ത്തുമ്പോൾ മദദൻ യാ സയ്യിദൽ വറാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പെട്ടുപോയുള്ള പാപകൂടാരം വിട്ട് വേഗം മടങ്ങുവാൻ ഒട്ടനേകം സുഹൃതം കൂട്ടുവാൻ മദദൻ യാ സയ്യിദൽ വറാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. വഅലമു ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് പവിത്രമായ റമദാൻ ഷരീഫിലെ രണ്ടാമത്തെ 10 നമ്മളോട് വിട ചോദിക്കാനിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടിയവരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കോടാനി തെറ്റുകൾ നമ്മൾ ഓരോരുത്തരും ചെയ്ത ആളുകളാണ്. കാണുമ്പോഴെല്ലാം തനി ഹറാമുകളുമായി ജീവിതം ചെലവഴിക്കുന്ന ആളുകളാണ്. എങ്കിലും ഈ സമയത്ത് അള്ളാഹുവിനോട് പക്ഷാത്തപിച്ച് നമ്മൾ മടങ്ങുകയാണ് എങ്കിൽ എത്ര വലിയ തെറ്റ് ചെയ്ത ആളുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഗ്ഫിറത്തിന്റെ പേമാരി തന്റെ അടിയാറുകളായ അടിമകളിലേക്ക് വർഷിപ്പിക്കുന്ന സമയമാണ്. ഇത് പരമാവധി നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. എന്തിന് മാത്രം തെറ്റുകളെ കൊണ്ട് കൂമ്പാരമായി നിന്നിരുന്ന ഒരുപാട് ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാപമോചനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് കുറച്ച് പാപങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള കുറച്ച് എളുപ്പ വഴികൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ബദർ ദിനവുമായി ബന്ധപ്പെട്ട് നാളെ കൂടുതലായി സംസാരിക്കാൻ ഉള്ളത് കൊണ്ട് തന്നെ പള്ളിയിലാവട്ടെ അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിലായിട്ട് സംസാരിക്കാൻ ഉണ്ടായതുകൊണ്ട് ബദർ ദിനവുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ സംസാരിക്കാം. റബ്ബ് തആല അസ്ഹാബുൽ ബദറിൻ കൂടെ കാവൽ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഒരിക്കൽ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം വാങ്ങാൻ വേണ്ടിയിട്ട് മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പോവുകയാണ്. തൂരി സീനാ പർവ്വതത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൽപ്പന വരുന്ന സമയത്താണ്. ആ സമയത്താണ് ശപിക്കപ്പെട്ട പിശാച് ശൈത്താൻ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവിടുന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവിടുന്ന് ശൈത്താൻ ചോദിക്കുകയാണ്, മൂസ നബിയെ, നിങ്ങൾ അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പോവുകയാണല്ലോ, എനിക്ക് അല്ലാഹു പുറത്തു തരുമോ എന്ന് നിങ്ങൾ മൂസ നബിയോട് ചോദിക്കുമോ എന്ന് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ലഅനത്താക്കപ്പെട്ട പിശാച് ചോദിച്ചപ്പോ ആ പിശാചിനോട് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, എന്റെ മുമ്പിൽ നിന്നും മാറി നിൽക്കണേ, ഞാനിതാ തൂരി സീനാ പർവ്വതത്തിലേക്ക് പോവുകയാണ്, അല്ലാഹുമായി കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണല്ലോ, എന്നെ നീ പിഴപ്പിക്കാൻ നിൽക്കല്ലേ, എന്നെ വെറുതെ വിടണേ എന്ന് പിശാച് അവിടുന്ന് പറയുമ്പോ അങ്ങനെ പിശാച് മൂസാ നബിയുടെ
സമക്ഷത്തിൽ നിന്നും പോയപ്പോ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ട് തൂരി സീന പർവ്വതത്തിലേക്ക് കയറുകയാണ്. അല്ലാഹുമായി കൂടിക്കാഴ്ച നടത്തി തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തെ മഹാനവറുകൾക്ക് കൊടുത്തു. അവിടുന്ന് പോരുന്ന സമയത്ത് അല്ലാഹുവിനോട് പറഞ്ഞു, ഞാൻ ഈ തൂരിസീന പർവ്വതത്തിലേക്ക് വരുന്ന സമയത്ത്, ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന സമയത്ത് എന്റെ അടുക്കലേക്ക് പിശാച് കടന്നു വരികയാ. പിശാചി എന്നോട് പറഞ്ഞു, അല്ലാഹുവിനോട് എനിക്ക് പുറത്തു തരുമോ എന്ന് എന്നോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് ആ വിവരം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുന്ന സമയത്ത് അല്ലാഹു മൂസാ നബിയോട് പറയുകയാണ്, മൂസാ, ആത്മാർത്ഥതയോട് കൂടിയാണോ അവൻ എന്നോട് മാപ്പ് ചോദിച്ചത് എങ്കിൽ അവനിക്ക് ഞാൻ പുറത്തു കൊടുക്കും മൂസാ. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിശാചിന് പോലും അല്ലാഹു റഹ്മത്ത് കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തെറ്റുകളെ കൊണ്ട് കൂമ്പാരമായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി അല്ലാഹുവിനോട് സദാസമയം നമ്മൾ ചോദിക്കേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ്. കണ്ണുകൊണ്ട് നോക്കുന്നതെല്ലാം ഹറാമിലേക്കാ, കൈകൊണ്ട് തൊടുന്നതെല്ലാം ഹറാമാ, കാലുകൊണ്ട് നടന്നു പോകുന്നതെല്ലാം ഹറാമിലേക്കാ. ഹറാമാണ് സദാസമയം നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്. ഈ മഗ്ഫിറത്തിന്റെ പത്തില് എന്റെ പാപം അല്ലാഹുവേ നീ പൊറുക്കണേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ഏതെങ്കിലും ഒരു വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തരാൻ തയ്യാറാ. ചോദിക്കാൻ നമ്മൾ തയ്യാറുണ്ട് എങ്കിൽ അല്ലാഹു നൽകാൻ തയ്യാറാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരുപാട് സമയങ്ങൾ വെറുതെ അനാവശ്യമായി നമ്മൾ ചെലവഴിക്കുന്ന ആളുകളാണല്ലോ. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലാഹുവിന്റെ ഈ ശറഫാക്കപ്പെട്ട പള്ളിയിലേക്കോ അല്ലെങ്കിൽ ആരാരും കാണാനില്ലാത്ത, മറ്റാരും ശ്രദ്ധിക്കാനില്ലാത്ത ഒരു ഏകാന്തത നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ട് എന്റെ വിവരക്കേട് കൊണ്ട് ഞാൻ ചെയ്തതാണ് നീ പുറത്തു തരണേ എന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു തരുന്നതാ. അല്ലാഹുവിന്റെ റസൂൽ തന്നെയല്ലേ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് മൻ ബഖാ മിൻ ഖശിയത്തില്ലാഹ്. ആരെങ്കിലും അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്, ആരെങ്കിലും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആരെങ്കിലും കരഞ്ഞാൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ. കഠോരമായ നരകമുണ്ടല്ലോ, ആ നരക കുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ശരീരങ്ങളെ അല്ലാഹു കാത്തുരക്ഷിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. റമളാൻ പകുതി നമ്മളിൽ നിന്നും കൊഴിഞ്ഞുപോയി. ഇനി ഏതാനും ദിവസങ്ങളാണ് നമ്മിലേക്ക് വരാനുള്ളത്. അതുകൊണ്ട് റമളാനിനെ നല്ലതുപോലെ സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കിക്കൊണ്ട് അല്ലാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ കാലയളവിൽ നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുന്നതാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തെറ്റുകൾ പെട്ടെന്ന് പൊറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മഹാന്മാർക്ക് തന്റെ കിതാബിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ വളരെ സിമ്പിളായി കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നതാ. നമ്മൾ ഒന്ന് അശ്രദ്ധയില്ലാതെ നല്ല ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലാഹു പുറത്തു തരുന്നതാ. ഒന്നാമത്തെ കാര്യം കേൾക്കണോ? ഒന്നാമത്തെ കാര്യം മഹാന്മാര് പറയുകയാണ്, തന്റെ പാപങ്ങള് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പെട്ടെന്ന് പൊറുക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഇസ്ബാഉൽ ഉദൂഇനെ എന്ത് ചെയ്യാം? നല്ലതുപോലെ ഉദൂ ഉണ്ടാക്കുക. ഉദൂ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമ്മുടെ ശരീരത്തിലുള്ള
അവയവങ്ങൾ നീട്ടിക്കഴുകി കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു തരും. നമ്മൾ കൈയൊക്കെ കഴുകുന്ന സമയത്ത് കൈ അത്യാവശ്യം എത്തുന്ന ദൂരേക്ക് എന്ത് ചെയ്യുക കഴുകുക. അതേപോലെ മുഖം കഴുകുന്ന സമയത്ത് മുഖമൊക്കെ കൈ കഴുത്തൊക്കെ എന്ത് ചെയ്യുക നല്ലതുപോലെ ഒന്ന് കഴുകുക. അതേപോലെ കാലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഈ മടമ്പിന്റെ മേലൊക്കെ തണ്ടങ്കാല് വരെയൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ വുളൂഇനെ നല്ലതുപോലെ നീട്ടിക്കഴുകി കഴിഞ്ഞാൽ അവയവങ്ങൾ നീട്ടിക്കഴുകി കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വെറുതെ പാപം പുറത്തു തരുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളുടെ പാപം പൊറുക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ഹറാമുകളൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു തരും. അതേപോലെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നാളെ വുളൂഇനെ നല്ലതുപോലെ നീട്ടിക്കഴുകുന്ന ആളുകളുണ്ടല്ലോ അവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന ഫറത്തുൽ ഹൗദ്, ഞാൻ എന്റെ ഹൗദിന്റെ ചാരത്ത് അവനെ ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ശരീരങ്ങളിലുള്ള അവയവങ്ങളൊക്കെ നല്ലതുപോലെ നീട്ടിക്കഴുകി കഴിഞ്ഞാൽ നാളെ ഹൗദിന്റെ ചാരത്ത് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തിരിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബിനോട് അവിടെ നിന്ന് ചോദിച്ചു, നബിയെ നാളെ മഹ്ശറയിൽ വരുന്ന സമയത്ത് നിങ്ങളെ ഉമ്മത്തിനെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്ന സമയത്ത്, എന്റെ ഉമ്മത്ത് മഹ്ശറയിലേക്ക് കടന്നു വരുന്ന സമയത്ത് കൈകാലുകൾ പ്രകാശിക്കുന്ന രീതിയിലായിരിക്കും നാളെ മഹ്ശറയിലേക്ക് കടന്നു വരിക എന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വുളൂഇനെ നല്ലതുപോലെ വുളൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പാപം പൊറുക്കും. അതിലുപരി ഹൗദുൽ കൗസറിന്റെ ചാരത്ത് നിന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കും. പക്ഷേ 5 വിഭാഗം ആളുകളെ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ റസൂൽ ഹൗദിന്റെ ചാരത്ത് നിന്ന് ആട്ടി ഓടിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 5 വിഭാഗത്തിലും അള്ളാഹു നമ്മളെ ഒരാളിൽ പെടുത്താതിരിക്കട്ടെ, അള്ളാഹു പെടുത്താതിരിക്കട്ടെ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തെറ്റിനെ നിസാരമായി കാണാം. തെറ്റ് ചെയ്യും, എന്നിട്ട് തെറ്റിനെ നിസാരമായി കാണും. ഇന്നത്തെ സാഹചര്യത്തിൽ കല്യാണം നടത്തുന്ന സമയത്ത് കുറച്ച് പാട്ടും കളിയൊന്നും ഇല്ല എങ്കിൽ അതുകൊണ്ട് ഇപ്പൊ ഒരു കാര്യമില്ല, അതൊക്കെ ചെറിയ കാര്യമില്ലേ, അതൊന്നും വിഷയമില്ല. നെവർമെന്റിൽ കാണുകയാണെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൗദിന്റെ ചാരത്ത് നിന്ന് അവനെ ആട്ടി ഓടിക്കും. ചെറിയ തെറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു കുഴപ്പമില്ല, നോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ തട്ടിക്കളയുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റം ഉണ്ടെങ്കിൽ നാളെ ഹൗദിന്റെ ചാരത്ത് നിന്ന് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ആട്ടി ഓടിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? തെറ്റിനെ പരസ്യമാക്കുന്ന ആളുകളാ. കല്യാണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ബർത്ത്ഡേയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് വഷളാക്കുന്ന ആളുകളെ, ഹറാമുകളെ കൊണ്ട് നടന്നുകൊണ്ടിട്ട് ഒരുപാട് നല്ല മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യും. എന്നിട്ടുണ്ടല്ലോ മറ്റുള്ളവർ കാണട്ടെ, മറ്റുള്ളവരൊന്ന് ഞാൻ വലിയ പരിപാടി നടത്തി എന്ന് കരുതട്ടെ എന്ന് കരുതിക്കൊണ്ട് സ്റ്റാറ്റസ് വീഡിയോകൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കണേ. തെറ്റിനെ പരസ്യപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്നെ ചെയ്യുന്നത്. അതുപോലെ മറ്റുള്ള ഫംഗ്ഷനുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലരുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് അത് പരസ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വീഡിയോ ക്യാമറകളിലൂടെ അത് ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന സമയത്ത് അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നാളെ എന്റെ ഹൗദിന്റെ ചാരത്ത് നിന്ന് അവനെ ആട്ടി ഓടിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമത്തെ വിഭാഗം പറയാൻ പോവുകയാണ്. സ്ഥിരമായി തെറ്റ് ചെയ്യുന്ന ആളുകള് ഫോണിലൂടെയാവട്ടെ അല്ലെങ്കിൽ നേരിട്ട് കണ്ണുകളിലൂടെ ആവട്ടെ സ്ഥിരമായി ഹറാം കാണുന്നവരുണ്ടോ? നാളെ ഹൗദിന്റെ ചാരത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട്ടി ഓടിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മുർത്തദാണ്, അതായത് എക്സ് മുസ്ലിം, അതായത് മുസ്ലിം അല്ലാത്ത മനുഷ്യൻ, മുർത്തദായി മരിച്ച ആള്.
അവനെ നാളെ എന്തെയും ഹൗദിന് ആദ്യം മുസ്ലിമീകാരൻ പിന്നെ എന്തെയും കാഫിറായിട്ട് പോകുന്ന ഒരവസ്ഥ, മുർത്തദ്ദായി മരിക്കുന്നതിനെ തൊട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷിക്കുമാറാവട്ടെ. തെറ്റുകൾ കൂടിക്കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് മുർത്തദ്ദാവാൻ സാധ്യതയുണ്ട് എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും, മനുഷ്യ സഹജമാണ്. നമ്മളൊന്നും അമ്പിയാക്കളും ഔലിയാക്കളും അല്ലല്ലോ, പക്ഷെ തെറ്റുകൾ ഒരു പക്ഷേ മനുഷ്യ സഹജമാണ്, പറ്റിയിട്ടുണ്ടാവാം. എങ്കിലും ഇസ്തിഗ്ഫാർ ചോദിക്കുക, കടന്നുറങ്ങുന്നതിന് മുമ്പ് ഇസ്തിഗ്ഫാർ ചോദിക്കുക. നേരെ മറിച്ച് തെറ്റുകൾ വല്ലാതെ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ നാളെ മുർത്തദ്ദായി മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുർത്തദ്ദായി എന്ന മനുഷ്യനെ എന്തെയും നാളെ ഹൗദിന്റെ ചാരത്ത് നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട്ടി ഓടിക്കും. അഞ്ചാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ബിദ്അത്തുകാരനാ, പുത്തനാശയക്കാരനാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനോട് യോജിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുമായി ചെയ്ത് നടക്കുന്ന ആളുകള്, അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും നല്ല രീതിയിൽ ഖുർആനും സുന്നത്തും എതിരില്ലാത്ത നല്ല പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോ അത് പുത്തനാശയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. പുത്തനാശയക്കാരനിക്ക് നാളെ ഹൗദിന്റെ ചാരത്ത് നിന്ന് ആ മനുഷ്യനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആട്ടി ഓടിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വിഭാഗം ആളുകൾ ഒന്നും കൂടി പറയാണ്. ഒന്ന്, തെറ്റിനെ നിസാരമായി കാണുന്ന ആളുകൾ, അതേപോലെ തെറ്റിനെ പരസ്യപ്പെടുത്തുന്ന ആൾക്കാർ, ആരോടും പറയരുതിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ചെറിയ മനുഷ്യ സഹജമായിട്ട് തെറ്റുകൾ ഉണ്ടല്ലോ, എന്നിട്ട് ഇപ്പം ഉണ്ടാവും എന്തെയും അതിന്റെ വീഡിയോ മറ്റോ എന്തെങ്കിലും ചെയ്യും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നൊരവസ്ഥ. ഇപ്പം ഉണ്ടല്ലോ ഷെയർ ചെയ്യല്ലേ, ഇങ്ങനെ വാട്സപ്പിലും ഇതിലും ഇങ്ങനെ ഷെയർ ചെയ്യുന്നൊരവസ്ഥ. എന്തെങ്കിലും ഒരു മനുഷ്യനെ വഷളാക്കാൻ കിട്ടി അത് പരമാവധി എന്ത് ചെയ്യും, അത് ഉപയോഗിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു മനുഷ്യനെ വ്യക്തിപരമായിട്ട് വേദനിപ്പിക്കുന്ന രീതിയിൽ, അതേപോലെ വിഷമിപ്പിക്കുന്ന രീതിയിൽ, അവന്റെ അഭിമാനം പിച്ചി ചീന്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ട് ആ മനുഷ്യനെ വഷളാക്കാൻ ശ്രമിച്ചാൽ അതേ തെറ്റുകൊണ്ട് ആരാണോ ശ്രമിച്ചത് അവനെ എന്ത് ചെയ്യും, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വഷളാക്കുമെന്ന് ഞാനല്ല പറഞ്ഞത്, ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലവണ്ണം ശ്രദ്ധിച്ചോ. ഒരാളെ അഭിമാനം, ഞാൻ തന്നെ ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരാവട്ടെ, ഒരാളെ അഭിമാനം എന്ത് ചെയ്യണ്ട, ഒരാളെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിലുള്ള, അത് പേഴ്സണലി അവന്റെ പേഴ്സണൽ വിഷയമാണ് എന്ന് കരുതിക്കണം. ഡയറക്റ്റ് എന്ത് ചെയ്യുക, പേഴ്സണൽ അവനെ തെറ്റുണ്ടെങ്കിൽ അവനെ തിരുത്തുക. ഇതിങ്ങനെ, അത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അതവിടെയാണ്, ഇങ്ങനെയാണ് ഇറങ്ങാണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യും, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരത്തിൽ കൊടുത്ത് എന്ത് ചെയ്യും, വഷളാക്കും. അതപ്പോ മൂന്നാമത്തെ ആൾ എന്ത് ചെയ്യുക, തെറ്റിനെ പരസ്യപ്പെടുത്തുന്ന ആള്. മൂന്നാമത്തെ സ്ഥിരമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ. നാലാമത്തെ മുർത്തദ്. അഞ്ചാമത്തെ ബിദ്അത്തുകാരൻ. ഈ 5 ആൾക്കാരും എന്ത് ചെയ്യും, നാളെ ഹൗദിന്റെ ചാരത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട്ടി ഓടിക്കുന്നതാണ്. അതേപോലെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തെറ്റുകളൊക്കെ പെട്ടെന്ന് വേഗത്തിൽ പൊറുക്കാൻ മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ടല്ലോ, നിസ്കാരം കഴിഞ്ഞ ഉടനെ ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആ മനുഷ്യനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരുന്നതാ. നിസ്കാരം കഴിഞ്ഞങ്ങനെ സലാം വീട്ടാൻ, ഇമാമ് സലാം വീട്ടാൻ ഒഴിവുണ്ടാവില്ല. അപ്പോത്തിന് എന്ത് ചെയ്യും, മസ്ബൂഖിയിൽ വന്ന ആൾക്കാർ ഇങ്ങനെ നീച്ചിങ്ങനെ പോകും. ആ മറ്റവന്റെ മുന്നിൽ കൂടിയാണ് നീച്ചു പോകണമെന്നും കൂടി നോക്കൂല. എന്നാൽ മറ്റവന്റെ മുന്നിൽ കൂടി നീച്ചു പോകുമ്പോൾ അവന്റെ നിസ്കാരം എന്ത് ചെയ്യും, അവിടെ ശ്രദ്ധ തെറ്റും. അതൊക്കെ ശ്രദ്ധിക്കാതെ വെറുതെ ഇങ്ങനെ നീച്ചു പോകും. അല്ലെങ്കിൽ മൊബൈലൊന്നും അടുത്തിട്ട് ഇങ്ങനെ ചോട്ടില്ല ചോരെ ഫോൺ വന്ന മാതിരി കാട്ടിക്കാണ്ട് എന്ത് ചെയ്യും, അങ്ങനെ പോകും. അങ്ങനെ എന്ത് ചെയ്യാ, നിസ്കാരം കഴിഞ്ഞ സ്ഥലത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ പാപം എന്ത് ചെയ്യും, അല്ലാഹു പുറത്തു തരും. ഇനി ആ സ്ഥലത്ത് ഇരുന്ന് കാണ്ട് ദിക്റില്ലാലോ, അപ്പൊ അതിലാറെ പ്രതിഫലല്ലേ, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏത് മനുഷ്യനാണോ നിസ്കരിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, നീ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മാലാഖമാര് അല്ലാഹു ഈ മനുഷ്യനിക്ക് അല്ലാഹു നീ പുറത്തു കൊടുക്കണേ എന്ന് മാലാഖമാര് പ്രാർത്ഥിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ പെട്ടെന്ന് ദോഷം പൊറുക്കാനുള്ള മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്തിളാറുൽ ജമാഅ. ജമാഅത്ത് നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ജമാഅത്ത് നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഇരിക്കുക. അതായത് കുറച്ച് വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ എന്ത് ചെയ്യാം,
പള്ളിയിലേക്ക് വരിക. പള്ളിയിലേക്ക് വന്നുകൊണ്ട് എന്ത് ചെയ്യുക? പള്ളിയിൽ വന്നിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുക? തഹിയ്യത്ത് നിസ്കരിക്കുക. തഹിയ്യത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? ഏത് പള്ളിയിൽ നിന്നിട്ടാണോ നിസ്കരിച്ചത് ആ മനുഷ്യർക്ക് നാളെ തഹിയ്യത്ത് നിസ്കരിച്ച ആ പള്ളികളുണ്ടല്ലോ, നാളെ സാക്ഷി നിൽക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തഹിയ്യത്തൊക്കെ നിസ്കരിച്ച് കുറച്ചൊരു അരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ പള്ളിയിലേക്ക് വരിക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഇങ്ങനെ നിസ്കാരത്തെ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇരുന്നാൽ മതി, മറ്റുള്ള കുറ്റം കുറവൊന്നും നോക്കണ്ട കേട്ടോ. നിങ്ങൾ ദിക്റില്ല, സ്വലാത്തില്ല, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ ഇവിടെ ഇരുന്നും ചെയ്ത് മറ്റുള്ളവരെ കുറ്റം പറയുകയാണെന്നെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യം കിട്ടൂല. ചെയ്തതിനേക്കാളും കൂടുതൽ മറ്റുള്ളവർക്ക് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ ചെയ്യുക? ജമാഅത്ത് നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിയാണോ ഇരിക്കുന്നത് ആ മനുഷ്യനിക്ക് പെട്ടെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാപം പൊറുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അതേപോലെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ മുന്തി ചെയ്ത പാപങ്ങളും അതേപോലെ നമ്മൾ ശേഷം ചെയ്യാൻ പോകുന്ന പാപങ്ങളൊക്കെ എന്ത് ചെയ്യും? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ തസ്ബീഹ് നിസ്കാരം പകലിൽ നിസ്കരിക്കുന്ന സമയത്ത് 4 റക്അത്ത് ഒരുമിച്ചാണ് നിസ്കരിക്കുന്നത്. രാത്രി നിസ്കരിക്കുന്ന സമയത്ത് ഈ രണ്ട് റക്അത്തായിട്ട്. തസ്ബീഹ് നിസ്കാരം ചില ആൾക്കാർ മനസ്സിലാക്കിക്കുന്നത് വെറും എന്താണ്, നമ്മളെ ഇരത്തേരാവിന്റെ അന്ന് മാത്രമുള്ള നിസ്കാരം എന്നാണ്. അല്ല, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എന്ത് ചെയ്യണം? നിസ്കരിക്കണം എന്നാണ്. കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും നിസ്കരിക്കണം. ഇനി അതിന് കഴിയില്ലെങ്കിൽ ആഴ്ചയിൽ നിസ്കരിക്കണം. ഇനി അതിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാസത്തിൽ നിസ്കരിക്കണം, അല്ലെങ്കിൽ കൊല്ലത്തിൽ നിസ്കരിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിസ്കരിക്കണം എന്നാണ് തസ്ബീഹ് നിസ്കാരത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ തസ്ബീഹ് നിസ്കാരത്തെ നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ പാപങ്ങൾ അത് പൊറുക്കാനുള്ള കാരണമാണ്. നട്ടുച്ച സമയത്ത് എന്ത് ചെയ്യരുത്? 12 മണിക്ക് ആ സമയത്ത് എന്ത് ചെയ്യരുത്? തസ്ബീഹ് നിസ്കരിച്ചരുത്. കാരണം ഹറാമാണ്. ആ സമയത്ത് ഹറാമാണ്. ആ കാര്യം ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം? ജുമാ ദിവസത്തിൽ അങ്ങനെയല്ല കേട്ടോ, ബാക്കിയുള്ള ദിവസത്തിൽ അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഹറാമിന്റെ കുറ്റം ചെയ്തതിന്റെ പ്രതിഫലകാരം നമുക്ക് കിട്ടുക. ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. പകൽ നിസ്കരിക്കുന്ന സമയത്ത് 4 റക്അത്ത് ദുഹർ നിസ്കരിക്കുന്നത് മാതിരി നിസ്കരിക്കുക. അല്ല, ഈ രാത്രിയിലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുക? ഈ 2 റക്അത്തായിട്ട് നിസ്കരിക്കാവാണത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, പെട്ടെന്ന് പാപം പൊറുക്കാനുള്ള അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഖിയാമു റമളാൻ. റമളാനിൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, അതായത് തറാവീഹ് നിസ്കാരം. ആ തറാവീഹ് നിസ്കാരത്തിനെ കുറിച്ച് ഹബീബായ തങ്ങൾ എന്നാണ് പറഞ്ഞത്, മൻ ഖാമ ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മഹാനായ നബവി ഇമാമി ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, അതിൽ തറാവീഹ് നിസ്കാരത്തെ തന്നെയാണ് പറയുന്നത് എന്ന് മഹാനായ ഇമാമുനാ നബവി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ആരെങ്കിലും കൂലി ഈമാൻ വിശ്വാസത്തോടു കൂടി അതേപോലെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തറാവീഹ് ആരെങ്കിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം നമ്മുടെ പള്ളിയിലൊക്കെ ഏകദേശം നല്ല ആളുകൾ തറാവീഹുണ്ട്. പക്ഷെ കുറച്ചാണ്ട് കഴിഞ്ഞാൽ ഒരു കയ്യാന്നിട്ട് 16ാമത്തെ റക്അത്തൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ കാണാൻ ഒന്നായിട്ടാണ് കയറി വരുന്നത്. അത് എവിടുന്നാണ് വരുന്നതെന്ന് കാണില്ല, ഒരു പിടുത്തം കിട്ടില്ല. കാരണം നമ്മൾ നിസ്കരിക്കുന്ന സമയത്തെ കാരണം ഇത് പെരീന്ന് എന്ത് ചെയ്യും? തറാവീഹ് നിസ്കരിച്ചാനാണെന്ന് പോലും എന്നിട്ട് അവിടെ വെള്ളം കുടിച്ചാലും ഇതിനൊക്കെ പോയിട്ടുണ്ടാവും. എന്നിട്ട് ലാസ്റ്റ് ഓർക്ക് അറിയാം എത്രാമത്തെ റക്അത്ത്. ഖതീബ് ആണെങ്കിൽ തറാവീഹ് എന്ത് ചെയ്യും? ഒരു 9:26, 27 ആകുമ്പോഴത്തേക്കും കഴിയും. മുക്രുസ്താദാകുമ്പോൾ ചിലപ്പോൾ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല, പെട്ടെന്ന് തുടങ്ങണമല്ലോ. അപ്പോൾ കുറച്ചുകൂടി നേരത്തെ കഴിക്കാറ്. അത് മനസ്സിലായിക്കാണ്ട് കുറച്ച് വളവന്മാരുണ്ട് എന്ത് ചെയ്യും? ആ നേരത്ത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഒരു 9:15 സമയത്ത് തറാവീഹ്. ഇന്ന പോണ സമയത്തോ മാഷാ അല്ലാഹ് ഇത്രത്തോളം നല്ലൊരാളെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഉഷാറായിട്ട് തറാവീഹ് നിസ്കരിച്ച് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. ഏതായാലും ആ നിസ്കരിച്ചവർക്ക് ആ നിസ്കരിച്ചതിന്റെ കൂലേ കിട്ടുള്ളൂ. അത് മനസ്സിലാക്കുക. അപ്പൊ തറാവീഹ് നിസ്കാരം നമുക്ക് കൂടുതലൊന്നും ഇല്ലല്ലോ, നിസ്കരിച്ചതിന് അത്ര ഒന്നും ഉണ്ടാവില്ല. എങ്കിലും ഇൻഷാ അല്ലാഹ് ഉള്ള സമയം എന്ത് ചെയ്യുക? ഇനി എത്ര തറാവീഹ് നിസ്കാരമാണോ നമുക്ക് കിട്ടാനുള്ളത് അത് ഇൻഷാ അല്ലാഹ് ഞാൻ കൃത്യമായി തന്നെ നിസ്കരിക്കും എന്നുള്ള ദൃഢനിശ്ചയം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതേപോലെ ഈ വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൽ നല്ലതുപോലെ അത് ഉപയോഗപ്പെടുത്തണം. കാരണം റമളാനും ഖുർആനും നമുക്കെതിരെ സാക്ഷി നിന്ന് കഴിഞ്ഞാൽ അള്ളാന്റെ റസൂലിന് പോലും എന്ത് ചെയ്യാൻ നമ്മൾ രക്ഷപ്പെടുത്താൻ സാധിക്കൂല എന്നാണ് ഹദീസിലുള്ളത്. അള്ളാന്റെ റസൂൽ അവിടുന്ന് പറയുന്നതാണ്, ഖുർആനും അതേപോലെ റമളാനും എതിര് നിൽക്കുന്ന ആളുകൾ എൻ്റെ അടുത്തേക്ക് വരണ്ടട്ടോ എന്നെന്ത് ചെയ്യും? അള്ളാന്റെ റസൂൽ അവിടുന്ന് അനൗൺസ്മെന്റ് ചെയ്യുന്നതാണ് അറിഞ്ഞത്.
ഹദീസിലുള്ളത് അനൗൺസ്മെന്റ് ചെയ്യുന്ന ആളെ മഹ്ശറയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. റമളാനുൽ ശരീഫിനെ അല്ലാഹുവേ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന റമളാനാക്കി മാറ്റണേ അല്ലാഹ്. പ്രതികൂലമായി സാക്ഷി പറയുന്ന റമളാനിനെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. തറാവീഹ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ സമയം നമുക്കുണ്ടാവുള്ളൂ. അതിനുശേഷം കുറച്ച് കാര്യങ്ങളോ എന്തെങ്കിലും ഒരു മസ്അല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മഹത്വങ്ങളോ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ക്ഷമയോടുകൂടി ഇരിക്കണേ. നമ്മുടെ മുൻകഴിഞ്ഞു പോയ ആളുകളൊക്കെ ഉണ്ടല്ലോ, മഹാനായ ബുഖാരി ഇമാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് തറാവീഹ് കഴിഞ്ഞ് മുമ്പിൽ 10 ജുസ് ഓതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ, വേറെയുള്ള പണിക്ക് കൊള്ളുന്നു. 3 ദിവസം കൊണ്ട് എന്ത് ചെയ്യും, ബുഖാരി ഇമാമൊക്കെ ഒരു ഖത്മ പൂർത്തിയാക്കിയിരുന്നു എന്നാണ് ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കി നമുക്ക് കാണാൻ സാധിക്കുക. റബ്ബ് തആല അവരോടൊക്കെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തട്ടെ. 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാപം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പെട്ടെന്ന് പൊറുക്കാനുള്ള 6ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹയാത്തു ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഹയാത്ത കാരണം എന്താ? ഹയാത്ത കാരണം എന്താണ്? അന്ന് ഉറങ്ങാതെ സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇത്തികാഫിരുന്നു കൊണ്ട്, ഇനി കുറച്ച് കഴിഞ്ഞ ഇത്തികാഫിനൊക്കെ ഇരിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ വരും. ഇത്തികാഫിരുന്നു കൊണ്ട് നമുക്കറിയുന്ന ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ഒരു രാത്രി നമ്മൾ പരിശ്രമിച്ചാൽ മതി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റും അല്ലാഹു പുറത്തരും. ഇന്നത്തെ ഖുതുബയിലൂടെയൊക്കെ പറഞ്ഞത് ലൈലത്തുൽ ഖദറിന്റെ മഹത്വത്തിനെ കുറിച്ചാണ്. ആ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് കണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസും കൂടി ഇന്നത്തെ ഖുതുബയിലൂടെ പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബാ. ആരെങ്കിലും പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ആരെങ്കിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ മുൻപ് ചെയ്ത പാപങ്ങളൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരുമെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദ്റിന്റെ ദിനരാത്രികളാണ് ഞങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ആ ദിനരാത്രികളൊക്കെ നല്ലതുപോലെ സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. നമ്മുടെ പാപങ്ങൾ പെട്ടെന്ന് പൊറുക്കാൻ മഹാന്മാർ പഠിപ്പിച്ച 7ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ആളുകളാ. തുടക്കത്തിൽ ബിസ്മിയും ഒടുക്കത്തിൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന് പറയുന്ന ദിക്റും ചൊല്ലി കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. അവൻ മുന്തി ചെയ്തതും അതേപോലെ കഴിഞ്ഞു പോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്